കോളനൈസേഷന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഉസ്മാനികളെ പരിചയപ്പെടുത്തുന്നിടത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1000 കൊല്ലം കോളനൈസേഷൻ തടഞ്ഞത് ആരണ്യ ഉസ്മാനികളാ. ഏകദേശം 1000 കൊല്ലം. ഇനി ഞങ്ങൾ കൃത്യമാക്കി പറഞ്ഞാൽ ഒരു 800 കൊല്ലെങ്കിലും. ഇനി 1000 കൊല്ലം എന്നും പറഞ്ഞാൽ അതൊരു തെറ്റല്ല. ഈ കോളനൈസേഷന് വേണ്ടി ഉണ്ടാക്കിയതാണ് കുരിശുയുദ്ധങ്ങൾ. കുരിശുയുദ്ധങ്ങളെ പറ്റി നിങ്ങൾ ഈ നമ്മളാളുകൾക്കും ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കുള്ള ധാരണ എന്താ? മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇത് ഈ രൂപത്തിൽ കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ്. എന്തുകൊണ്ട്? അന്ത്യനാൾ വരെ എന്നെയോ യോജിക്കാൻ നമ്മൾ പാടില്ല. കുരിശുയുദ്ധം ഒരിക്കലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നടത്തിയ യുദ്ധമേ അല്ല. റോമാ സാമ്രാജ്യത്തിന്റെ പൊളിറ്റിക്കലി എക്കണോമിക്കലി താല്പര്യത്തിന് വേണ്ടി അവർ നടത്തിയ കോളനിവൽക്കരണങ്ങൾക്ക് മതാധ്യക്ഷന്മാർ കൊടുത്ത മതപരമായ പിന്തുണയിലൂടെ ഉണ്ടായിത്തീർന്നതാണ് എന്ത്? കുരിശുദ്ധം. അതെന്നെ 1096 സത്യത്തിൽ കൃത്യമായി പറഞ്ഞ 1099 ജെറൂസലേം മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് കുരിശുദ്ധം ആദ്യമായി ജെറൂസലേമിൽ വരുന്നത്. കുരിശ് കെട്ടിക്കൊടുത്ത് ജെറൂസലേം മോചിപ്പിക്കാൻ വേണ്ടി. ജെറൂസലേമിൽ അന്നൊരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും നല്ല നിലക്ക് സന്തോഷമായി കഴിഞ്ഞു വരികയാണ്. അവിടെയാണ് കുരിശും കെട്ടിക്കൊടുത്ത് യൂറോപ്യന്മാർ നേരെ എങ്ങോട്ട് വന്നത്? പോപ്പിന്റെ നേതൃത്വത്തിൽ അവർക്കൊക്കെ ഭീമമായ തെറ്റുപറ്റി എന്നത് പിൽക്കാലഘട്ടത്തിൽ ക്രിസ്തീയ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഞാൻ വായിക്കാം. എന്റെ അഭിപ്രായമല്ല, തെറ്റാണ് അവർക്ക് പറ്റിയത്. അതൊരിക്കലും പോപ്പോ മതമോ അതിന് കൂട്ടുനിന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു. അതിന് പിന്നിൽ എന്താണ്? രാഷ്ട്രീയ താല്പര്യം, സാമ്പത്തിക താല്പര്യം, ചൂഷണം, അല്ലാതെ ഒന്നുമില്ല. ഇനി ഇവിടെ വേറെ രസം എന്താണെങ്കിൽ 1099 ഇവര് വരുന്ന 96 മുതൽ അതിന്റെ കുറച്ച് നേരത്തെ ഉണ്ട്. വരുന്ന വഴിയിൽ അവര് കണ്ട ക്രിസ്തീയ രാജ്യങ്ങളിലുള്ള ക്രിസ്ത്യാനികളെ വരെ കൊന്നു. 1099 അവർ ജെറൂസലേമിൽ വന്നിട്ട് ഒരു പകലിൽ 60,000 ആളെ കൊന്നതിൽ നല്ലൊരു ശതമാനം ആരുമുണ്ട്? ക്രിസ്ത്യാനികളുണ്ട്. അപ്പൊ എന്താ പ്രശ്നം സന്തോഷകരമായി പാർക്കുന്ന ജനങ്ങളാണ് അന്ന് ഏഷ്യൻ രാജ്യങ്ങൾ. ആ ഏഷ്യൻ രാജ്യങ്ങളിലെ സമ്പത്ത് ചൂഷണം ചെയ്യുക, തേനും പാലും ഒഴുകണ നാട് ഇതാണ്. അവർ ദരിദ്രന്മാരാണ്. ആര്? യൂറോപ്യന്റെ ദരിദ്രന്മാരാണ്. അല്ലാതെ വ്യാവസായിക വിപ്ലവത്തെ പിന്നീട് അതിന് പരിഹാരം ഉണ്ടാക്കിയത് കോളനൈസേഷനാ. അതായത് വ്യാവസായിക വിപ്ലവം യൂറോപ്പിൽ വന്നപ്പോൾ ഏകദേശം 15, 16, 17 നൂറ്റാണ്ടുകളിലൊക്കെ വ്യാവസായിക വിപ്ലവം വന്നു. ഈ വ്യാവസായിക വിപ്ലവം വന്നപ്പോൾ എന്തായി? അവർ വിവിധങ്ങളായ വസ്തുക്കൾ നിർമ്മിച്ചു. ക്വാളിറ്റി പോലും നോക്കാണ്ട് ക്വാണ്ടിറ്റികൾ കൂട്ടി. കാരണം കച്ചവടം, ചൂഷണ ലക്ഷ്യം. അപ്പോൾ അത് അവർക്ക് യൂറോപ്പിൽ ചെലവാക്കാൻ കഴിയില്ല. അപ്പോൾ അവർ അവരുടേതായ അടിച്ചേൽപ്പിക്കുന്ന രാജ്യങ്ങൾ ഉണ്ടാക്കി. അതാണ് കോളനികൾ. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മളവർ വാങ്ങിയിരിക്കണം. അതെ വാങ്ങിയിരിക്കണം. അതിന് അവർ പറയുന്ന വില, നമ്മളെ ഉൽപ്പന്നത്തിന് അവർ പറയുന്ന വില, അവരുടെ ഉൽപ്പന്നത്തിന് അവർ പറയുന്ന വില. ജെറൂസലേമിലേക്ക് വരുന്നവർ എന്തിനാ ക്രിസ്ത്യാനികൾ കൊണ്ട്? കുരിശുയുദ്ധം മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത കാലത്ത്, പണ്ട് ഞാൻ കുരിശുദ്ധം എന്ന് പറയാറുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ കുരിശുദ്ധം പറയാൻ. എന്തുകൊണ്ട്? എന്താണെങ്കിലും ക്രിസ്ത്യാനിയുടെ സിമ്പലാണല്ലോ കുരിശുദ്ധം. ക്രിസ്ത്യാനി ഇതിന് ഉത്തരവാദിയല്ലല്ലോ. ഇത് സത്യത്തിൽ ക്രിസ്തീയ യൂറോപ്പിന്റെ ഭരണാധികാരികളും മതാധ്യക്ഷന്മാരും നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഒരു ഹീനമായ ചരിത്രത്തിൽ അതിന് തുല്യത പറയാൻ കഴിയില്ല. അത്രയും മോശപ്പെട്ട ഒരു കാര്യമാണ്. ആദ്യമായി കുരിശിന്റെ നേതൃത്വം കൊടുക്കുന്നത് റോമൻ കാത്തലിക് ചർച്ചിന്റെ പോപ്പ് ഉർബൻ രണ്ടാമനാണ്. 1035 മുതൽ 1099 വരെയാണ് ഉർബൻ രണ്ടാമന്റെ കാലഘട്ടം. അദ്ദേഹം കുരിശുദ്ധം പ്രഖ്യാപിച്ചു. ഏകദേശം ഞാൻ കുരിശുദ്ധം ഒരിക്കലും മതപരമായ യുദ്ധമല്ലെന്ന് ഇഷ്ടംപോലെ എനിക്ക് തെളിയിക്കാൻ കഴിയും. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, 15 കുരിശുദ്ധങ്ങളാണ് മുസ്ലിം ഭരണകൂടങ്ങൾക്കെതിരെ നടന്നിട്ടുള്ളത്. എന്നാൽ 18 കുരിശുദ്ധങ്ങൾ അതിലേറെയും ക്രിസ്തീയ രാജ്യങ്ങളിൽ കുരിശുദ്ധം നടത്തിയിട്ടുണ്ട്. ക്രിസ്തീയ രാജ്യങ്ങളിൽ മതാധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ കുരിശുദ്ധം നടത്തിയിട്ടുണ്ട് 18-ലേറെ. മുസ്ലിം രാജ്യങ്ങളിൽ നടത്തിയ കുരിശുദ്ധം 15 ആണെന്നും, അതല്ല ചില ചരിത്രന്മാർ 15 ഇല്ല, അത് അതിശയോക്തിയാണ്. ആകെ മുസ്ലിം രാജ്യങ്ങളിൽ 8 കുരിശുയുദ്ധമേ ക്രിസ്ത്യാനികൾ നടത്തിയിട്ടുള്ളൂ എന്ന അഭിപ്രായമുണ്ട്. 8 കുരിശുയുദ്ധം മാത്രമേ മുസ്ലിം രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾ നടത്തിയിട്ടുള്ളൂ എന്നും 15 ഉണ്ട് എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും 18-നേക്കാൾ കൂടുതലുണ്ട് ഏത് രാജ്യത്ത്? ആ ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ. അപ്പൊ എങ്ങനെ ക്രൂസേഡ്സ് എങ്ങനെ ഒരു റിലീജിയസ് വാർ ആവുക? പക്ഷെ റിലീജിയസ് വാർ ആക്കും എന്തിന്? ആളെ പിന്തുണട്ടാൻ വേണ്ടിയിട്ട്. BJPക്ക് അധികാരത്തിൽ കയറണമെങ്കിൽ
എന്തെങ്കിലും ഒരു ഫണ്ടമെന്റൽ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രാഷ്ട്രമീമാംസ തത്വങ്ങൾ എന്തെങ്കിലും പൊളിറ്റിക്കൽ വോൾട്ടയറിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പൊളിറ്റീഷ്യൻസിന്റെ ലോകത്തെ ഏറ്റവും വലിയ തത്വചിന്തകന്മാരുടെ 4 തത്വം പറഞ്ഞുകൊണ്ട് BJP അധികാരത്തിൽ വരൂല. BJPക്ക് സുഗമമായി അധികാരത്തിൽ വരണമെങ്കിൽ അത് എന്ത് വേണം? മതത്തിനെ കൂട്ടുപിടിക്കണം. ഈ മതം കാൾമാക്സ് എന്ത് പറഞ്ഞാലും അതിൽ ഭാഗികമായ നേരാണ്. മതം ചിലപ്പോഴെങ്കിലും മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. മതത്തിന്റെ പേരായ ജനങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ. ഇവരൊക്കെ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രസംഗമൊക്കെ നടത്തിയാലും ഏതെങ്കിലും ഒരു വിശുദ്ധ സ്ഥാനത്തിരിക്കുന്ന ഒരു മൂല്യരോ തങ്ങളോ ഇതിനെതിരെ ആ ചങ്ങാതിക്ക് പിരാന്താന്ന് പറഞ്ഞാൽ എന്റെ വേറെ അവസാനിച്ചില്ലേ? എന്നാ അവർ പറഞ്ഞ 100% നുണയും ഞാൻ പറയാം 100% നേരാ നിൽക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഞാൻ ഈ പറഞ്ഞ 100% ശരിയാ, നിങ്ങൾക്ക് പഠിച്ചാലറിയാം. ഏത് നുണയും നേരാക്കാൻ മതത്തിന് കഴിയും. ഏത് നേരും നുണയാക്കാനും മതത്തിന് കഴിയും. നാം മതം അത് ചെയ്യൂല. മതത്തിന്റെ പേരിലെ തമ്മാടികൾ ചെയ്യും. 1 ലക്ഷം ചൂഷണമായിരിക്കും. അല്ലാതെ നിങ്ങൾ ഇത് ഒരു കാരണവശാലും കുരിശുദ്ധം പോപ്പിന്റെ സൈന്യവും മുസ്ലിം സൈന്യവും യോജിച്ച് നടത്തിയിട്ടുണ്ട്. കുരിശുദ്ധം ക്രിസ്തീയ രാജ്യത്തിനെതിരെ ഹോളി റോമൻ എംപയറും ഉസ്മാനി ഖലീഫുമാര് യോജിച്ചിട്ട് ക്രിസ്തീയ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഹോളി റോമൻ എംപയർ നടത്തിയ യുദ്ധങ്ങളൊക്കെ എന്താണ് താനും കുരിശുദ്ധാണ് ആയിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇവിടെ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? ക്രിസ്തീയ രാജ്യത്തിനെതിരെ. ആരാ യുദ്ധത്തിന് നേതൃത്വം? ഹോളി റോമൻ എംപയർ. ആരെ കൂട്ടുപിടിച്ചത്? ഉസ്മാനികളെ. മുസ്ലിങ്ങളും ഉസ്മാനികളും കൂടിയിട്ട് മുസ്ലിങ്ങളും റോമൻ എംപയറും കൂടി യുദ്ധം ചെയ്യുക. ആർക്കെതിരെ? ക്രിസ്ത്യാനികൾക്കെതിരെ. പേരെന്താ? കുരിശുദ്ധം. ഓറിയന്റലിസ്റ്റുകൾ കാട്ടിക്കുട്ടിയ തോന്നിയാസാണ്. ഒരു കാരണവശാലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വഞ്ചിതരാകരുത്. കുരിശുദ്ധം ഒരിക്കലും ഒരു മതപരമായ യുദ്ധമേ അല്ല. ഇതിന്റെ താല്പര്യം എന്താ? റോമക്കാരുടെ ചൂഷണ താല്പര്യം. കോൺസ്റ്റാന്റൈൻ ചക്രവർത്തിയോട് കൂടെ AD 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം അവിടെ പോയി പെട്ടുപോയി. ഏറ്റവും ആദ്യത്തെ കോളനിവൽക്കരണം അവരാണ് നടത്തിയതും. അത് തന്നെ 18ലേറെ കുരിശുദ്ധങ്ങൾ ഞാൻ വായിക്കാം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസറും പ്രഗത്ഭ ക്രിസ്ത്യാനിയുമായ കുരിശുദ്ധ ചരിത്രാഖ്യാനത്തിൽ പ്രഗത്ഭനായ ക്രിസ്റ്റഫർ ടയർമാൻ എന്നൊരാളുണ്ട്. അയാൾ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. അയാൾ പ്രഗത്ഭനായ ഒരു ക്രിസ്ത്യാനിയാണ്. അയാള് കുരിശുദ്ധത്തിൽ പ്രത്യേകമായ പഠനം നടത്തിയ ലോകത്തെ ഇന്ന് അതിപ്രധാനപ്പെട്ട ഒരു ഉന്നതനായ പ്രൊഫസറാണ്. അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസറാണ്. അദ്ദേഹം 1953 അയാൾ ജനിക്കുന്നത്, മരിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന്റെ 2006 പുറത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട്, ക്രൂസൈഡ്സ് എഗെയിൻസ്റ്റ് ക്രിസ്ത്യൻസ് എന്നാണ് അതിന്റെ പേര്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള കുരിശുയുദ്ധങ്ങൾ എന്നതിന്റെ പേര്. കുരിശുയുദ്ധങ്ങൾ പഠിക്കുന്നത് വരെയും സത്യത്തിൽ ക്രിസ്ത്യതയോട് ഈർഷ്യ ഉണ്ടായിരുന്നു. ഞാനത് പഠിച്ചപ്പോൾ എനിക്കൊരു ദേഷ്യവുമില്ല. എന്തുകൊണ്ട്? സത്യം. കാരണം അവര് വന്നിട്ട് എന്തൊക്കെയാ ചെയ്തത്? ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്തത് ആരല്ല? ക്രിസ്തുമതല്ല. പിന്നെ ആരാ? റോമക്കാരുടെ താല്പര്യം. പോപ്പ് വരെ നേതൃത്വം നൽകി. പോപ്പിന് രാഷ്ട്രീയ ലാഭം. അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത് ലാറ്റിൻ കത്തോലിക്ക ചർച്ചിന്റെയും ഇറ്റലിയിലെ ചില ഫ്യൂഡൽ ചക്രവർത്തിമാരുടെയും രാഷ്ട്രീയ ലക്ഷ്യം മാത്രമായിരുന്നു ക്രൂസൈഡ്സ്, കുരിശുയുദ്ധങ്ങൾ എന്നാണ്. ലത്തീൻ കത്തോലിക്ക ചർച്ചിന്റെയും ഇറ്റലിയിലെ ചില ഫ്യൂഡൽ പ്രഭുക്കളുടെയും പൊളിറ്റിക്കൽ ലക്ഷ്യം മാത്രം. ഈ പൊളിറ്റിക്കൽ ലക്ഷ്യത്തിന്റെ എന്താണ് ലാഭം ഉണ്ടാവുക? സമ്പത്ത്. അങ്ങനെയാണ്. അത് ഉറപ്പല്ലേ? പൊളിറ്റിക്സിന്റെ ലാഭം അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് നടന്നതിന്റെ മനുഷ്യൻ പിന്നെ എങ്ങാനും ഒരു രാഷ്ട്രീയ കമ്മിറ്റിന്റെ സെക്രട്ടറി ആയോ പിന്നെ അവനാ പണിക്കൂല. അതുപോലത്തെ ലോക രാഷ്ട്രീയം അങ്ങനെ. എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്തിരുന്ന നടന്നിരുന്ന ആള് ഒരു രാഷ്ട്രീയ സംഘടനയുടെ സെക്രട്ടറിയോ വാർഡ് മെമ്പറോ ആയാൽ പിന്നെ പണിക്ക് പോവില്ല. പിന്നെ ഒരു പണിക്കോ പോവില്ല. പിന്നെ അവന്റെ പ്രധാനപ്പെട്ട പണി എന്തായിരിക്കും? രാഷ്ട്രീയം എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ലാറ്റിൻ കത്തോലിക്ക ചർച്ചിന്റെയും ഇറ്റലിയിലെ ചില ഫ്യൂഡൽ ചക്രവർത്തിമാരുടെയും പൊളിറ്റിക്കൽ ലക്ഷ്യം മാത്രമാണ് കുരിശുയുദ്ധം. അല്ലാതെ അതൊരിക്കലും ഒരു റിലീജിയസ് വാർ അല്ല എന്ന് പറയുന്നത് ആരാണ്? സാക്ഷാൽ ക്രിസ്റ്റഫർ ടയർമാൻ. അദ്ദേഹം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കുരിശുയുദ്ധങ്ങളെ കുറിച്ച് പഠനം നടത്തിയ പ്രഗത്ഭനായ പണ്ഡിതൻ. ഈ വിഷയത്തിൽ തിരിച്ചറിവ് യൂറോപ്പിലെ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത് റോമിന്റെയും പോപ്പടക്കമുള്ള ചില മതാധ്യക്ഷന്മാരുടെയും രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് ക്രൂസൈഡ്സ് എന്ന് മനസ്സിലാക്കിയ പല ജനങ്ങളും പല രാജ്യങ്ങളും പിന്നീട് കുരിശുയുദ്ധത്തിന് വിട്ടുന്നു. അപ്പോൾ റോം എന്ത് ചെയ്തു? അവർക്കെതിരെ യുദ്ധം ചെയ്തു. അതാണ് ക്രിസ്ത്യാനികൾക്കെതിരെ കുരിശുയുദ്ധങ്ങൾ. ഇതിന് ഇനി ഞങ്ങളെ കിട്ടൂല എന്ന് അവർ പറഞ്ഞു.
അത് സ്വാഭാവികമായ പ്രശ്നം ഉണ്ടാവില്ല. പിൽക്കാലഘട്ടത്തിൽ യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ കുരിശുദ്ധങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിലും ഇത് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സഭയുടെയും രാജാക്കന്മാരെയും ഉദ്ദേശശുദ്ധിയുടെയും രാഷ്ട്രീയ താല്പര്യങ്ങളെ ചോദ്യം ചെയ്യുകയും അതിന്റെ ഫലമായി ജനങ്ങൾ മാറി നിൽക്കുകയും ചെയ്തപ്പോൾ ഹോളി റോമൻ എംപയർ സഭ, കത്തോലിക്ക സഭ അവർക്കെതിരെ 18ലേറെ കുരിശുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. 18 വ്യക്തന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അതിലേറെയുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട്. അതേ സമയത്ത് മുസ്ലിങ്ങൾക്കെതിരെ നടന്ന കുരിശുദ്ധം എത്രയേ ഉള്ളൂ? 8 അഭിപ്രായം, ഏറെ 15. അപ്പൊ ഇതിനർത്ഥം എന്താ? മുസ്ലിം രാജ്യങ്ങളിലെ സമ്പത്ത് കീഴടക്കുക, അതിനുവേണ്ടിയുള്ള അധിനിവേശം, കണ്ണുകടി. അന്ന് ഒന്നുമില്ലാത്ത രാജ്യങ്ങളാണ് എന്ത്? യൂറോപ്പ്. അന്ന് തേനും പാലും ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇത്. ഖാലു ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള്. ഏതാണ് ഈ അർള്? ജെറൂസലേം. എന്തിനാണ് ഇതിന് അർള് എന്ന് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഖിലാഫത്ത് നൽകിയ സ്വർഗത്തിന് സമാനമായ അർള് അന്ന് ഏതാണ്? ജെറൂസലേമാണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയോ? വിടവിലൂടെ കയറിയിട്ട് ഇങ്ങോട്ട് കയറും. യജൂജ് മജൂജ്. എന്തുകൊണ്ട്? ഇവിടെ വമ്പൻ സമ്പത്തുണ്ട്. യജൂജ് അവിടെ എന്താക്രമിക്കാൻ അവർ വരുന്നത്? ജെറൂസലേം ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. ആര്? യജൂജ് മജൂജ്. അവിടെയാണ് കലിംഗ കെട്ടിയത്. ജെറൂസലേമിന് പടിഞ്ഞാറ് ഭാഗത്താണ് കാസ്പിയൻ കരിങ്കടൻ കടലിന്റെ ഇടയിൽ, ഏകദേശം അനറ്റോളിയ ആ ഏരിയ, അർമേനിയ, ആസർബൈജാൻ ഒരു ഭാഗത്ത്, ആ ഭാഗത്താണ് ഈ കെട്ടുന്നത്. ഇത് കടന്നു പോകും. അപ്പൊ ഇവിടെയൊക്കെ ഒരു ഉപദ്രവം ഉണ്ടാക്കും. എങ്ങോട്ട് അവർ പോണത്? ഇവിടേക്കല്ല, അവരെങ്ങോട്ടാ പോണത്? ജെറൂസലേമിലേക്ക്. അന്ന് ഭൂമിയിലെ സ്വർഗാണ് ഏത്? ജെറൂസലേം. ഇത് ഏത് കാലത്തെ കഥയാണ്? ഒരു അഭിപ്രായം BC 4-ാം നൂറ്റാണ്ടിലായിരിക്കും. ആര്? കോറസ് ആയിരിക്കാം ദുൽഖർനൈൻ എന്നാണ് ഒരഭിപ്രായം. ഇരട്ടക്കൊമ്പൻ. BC 4-ാം നൂറ്റാണ്ടിലെ കോറസ് ആയിരിക്കും. സൈറസ്, കോറസ് നോക്കണ്ട, സൈറസ് ആയിരിക്കാം. എന്ത്? ഈ ദുൽഖർനൈൻ എന്ന തലയിൽ 2 മുഴയുള്ള ഇരട്ടക്കൊമ്പൻ എന്നാണ് ചരിത്രത്തിലെ ഒരഭിപ്രായം. അദ്ദേഹമാണ് ജെറൂസലേമിനെ ഗ്രീക്കുകാരിൽ നിന്ന് മോചിപ്പിച്ചത് എന്നത് സത്യമാണ്. അദ്ദേഹത്തിന്റെ കാലത്തോടു കൂടെയാണ് വീണ്ടും തൗറാത്തിനും യഹൂദികൾക്കൊക്കെ ഒരു സ്വൈരമായി ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ വരുന്നത്. ഞാൻ തിരിച്ചു വരാൻ ഞങ്ങോട്ട് പോകുന്നില്ല. അത് കാരണത്താലാണ് പിന്നീട് അതിനിടയിൽ ഉസൈർ ഉറങ്ങി. ഉസൈർ 100 കൊല്ലം ഉറങ്ങി. സൈറസിന്റെ കാലം കൂടി കഴിഞ്ഞിട്ടാണ് ഉസൈർ എണീക്കുന്നത് ഒരു അഭിപ്രായം. അപ്പോഴത്തിന് വീണ്ടും സൈറസ് ഇത് ഭംഗിയാക്കിയിട്ടുണ്ട്. ആര്? ഈ രൂപത്തിൽ ആരാ തകർത്തത്? നെബൂക്കദ്നേസർ. അയാളെ പേര് എവിടെയാ? ഗ്രീക്കിലാണ്. നെബൂക്കദ്നേസറുടെ റൂമിയാണ്. റോമൻ ചക്രവർത്തിനൊക്കെയാണ് പറയാ. റോമിലും ഗ്രീക്കിലുമാണ് ഇയാളുടെ പേര്. ആരുടെ? നെബൂക്കദ്നേസറിന്റെ. നെബൂക്കദ്നേസർ അവസാനമായി സ്വർണം ജെറൂസലേമിന് കടത്തിക്കൊണ്ടുപോകണം 80 കാളവണ്ടിക്കാ. അവസാനത്തെ അക്രമത്തിൽ 80 കാളവണ്ടി കൊണ്ടുപോവാ സ്വർണത്തിന് ഉൾപ്പെടി. ഇത് എന്തിന്റെ ഭാഗമാണ്? യജൂജ് മജൂജ്. പിന്നെ അവര് വരാതിരിക്കാൻ വേണ്ടി ഇതിന്റെ കെടുതികൾ പരിഹരിച്ചു സൈറസ്. എന്നിട്ട് സൈറസ് അവിടെ എന്ത് ചെയ്തു? ഭിത്തി കെട്ടി. ഈ സൈറസ് ആയിരിക്കാം ആര്? ദുൽഖർനൈൻ. ഒരഭിപ്രായം. വേറെ അഭിപ്രായം നിങ്ങളെ മുന്നിലുള്ള ബുക്കിൽ വേറെയാണെങ്കിൽ അത് വേറെയാണ്. ഇങ്ങനെയാണ് ഒരു അഭിപ്രായം. ഈ അഭിപ്രായം തിരക്കടില്ലാത്തൊരു അഭിപ്രായമാണ്. ഇവരാരാ? റോമക്കാരും ഗ്രീക്കുകാരും. ഇവരെ പിടിക്കാൻ എന്തിനാ വരുന്നത്? നെബൂക്കദ്നേസർ എന്തിനാ അർളാകുന്ന ജെറൂസലേമിൽ വന്നത്? എന്തിനാ? കട്ടുകൊണ്ടുപോവാന്. ശരി, 1099 വരെ എന്തിനാ? കട്ടുകൊണ്ടുപോവാൻ. പക്ഷെ കട്ട് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞ് വന്നാൽ ജനങ്ങൾ തല്ലിട്ടും. അപ്പൊ എന്തിന്റെ പേരിൽ വരിക? ഒരു മതത്തിന്റെ പേരിലാണ് വരിക. ഒരു മതത്തിന്റെ ചിഹ്നം അവരുടെ കയ്യിലുണ്ട്. ഈ കുരിശിന്റെ അടയാളം കൊണ്ട് ഇവര് കൊള്ളക്ക് വേണ്ടി വന്നപ്പോൾ ലക്ഷ്യന്റെ കൊള്ള. അല്ലാതെ ദയവായി ക്രിസ്തു മതത്തിന്റെ മേലെ ഇത് ചാർത്തരുത്. അവരുടെ എന്നത്തെ ലക്ഷ്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാനല്ല പറയുന്നത്. അനവധി ചരിത്രകാരന്മാർക്ക് ഈ അഭിപ്രായമുണ്ട്. ന്യൂയോർക്കിലെ സെന്റ് ജോൺ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പ്രൊഫസറാണ് പീറ്റർ ലേക്ക്. അദ്ദേഹത്തിന് റോയൽ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി റിസർച്ച് ഫെലോയാണ് അദ്ദേഹം. 2004 കമ്പാനിയൻ ടു ദ ക്രൂസൈഡ്സ് എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്. ക്രൂസൈഡ്സിലേക്കുള്ള സഹയാത്രികൻ, കുരിശ് യുദ്ധത്തിലെ കമ്പാനിയൻ ടു ദ ക്രൂസൈഡ്സ് എന്നാണ് ഈ പീറ്റർ ലേക്കിന്റെ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം സെന്റ് ജോൺ യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര പ്രൊഫസറാണ്. കമ്പാനിയൻ ടു ദ ക്രൂസൈഡ്സ് എന്നൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന്. ഈ പുസ്തകത്തിൽ പറയുന്നത് രാഷ്ട്രീയ ആശയങ്ങളെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ നടത്തിയ 2 ഭീകര ആക്രമണ പരമ്പരകളാണ് കുരിശുയുദ്ധങ്ങളും ഇൻക്വിസിഷനും എന്നാണ്. ഇൻക്വിസിഷൻ ശുദ്ധീകരണം. ഇൻക്വിസിഷൻ കാലഘട്ടത്തിൽ 100 കോടി ജനങ്ങളെയാണ് യൂറോപ്പ് കൊന്നത്. അതിൽ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്. ഈ ഇൻക്വിസിഷന്റെ ഭാഗം തന്നെയാണ് സ്പെയിൻ നഷ്ടപ്പെട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു.
കഴിഞ്ഞ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇസബെല്ല രാജ്ഞിക്ക് എന്തായിരുന്നു താല്പര്യം? എന്തായിരുന്നു ഫെർഡിനൻഡ് രാജാവിന് താല്പര്യം? നശിപ്പിച്ച് കൊള്ളയടിക്കുക അല്ല എന്താ താല്പര്യം? ഇത് AD 10ാം നൂറ്റാണ്ട് മുതൽ സ്പാനിഷ് ഇൻക്വിസിഷൻ ആരംഭിച്ചിട്ടുണ്ട്. തിരിച്ചു വരി, നീട്ടണില്ല. ഞങ്ങൾക്ക് ഒരു ഭാഗം മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാം. ഇതിന്റെ ഒരു മുകൾ ഭാഗം മാത്രം, മുഴുവൻ ആഴത്ത് പറയാൻ ഓരോ ഭാഗവും ഓരോ പ്രസംഗം നടത്തണം. പ്രഗത്ഭനായ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ, ക്രിസ്ത്യാനിയായ പ്രൊഫസർ ഈ വിഷയത്തിൽ നടത്തിയ പഠനങ്ങളാണ് ജനങ്ങളുടെ മേൽ രാഷ്ട്രീയ ആധിപത്യം നേടുക, എന്നിട്ട് ചൂഷണം ചെയ്യുക. അതിന്റെ പേരിലാണ് 2 ഹീനമായ അക്രമ പരമ്പരകൾ നടത്തിയിട്ടുള്ളത്. ഈ അക്രമ പരമ്പരകളാണ് ഒന്ന് ഇൻക്വിസിഷൻ, ഒന്ന് കുരിശുയുദ്ധം. അത് ഇന്നും അവസാനിച്ചിട്ടുമില്ല. ഇന്നിപ്പോ അവർക്ക് ഫിസിക്കലി ഒരു ക്രൂസേഡ്സിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? നമ്മൾ അവർക്ക് വിധേയരാണ്. അവരെ ഭാഷയാണ് നമുക്ക് ഇഷ്ടമുള്ള ഭാഷ. ഇപ്പൊ സമന്വയ വിദ്യാഭ്യാസം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതേ കുട്ടിയെ ഒരു ദർസിലാക്കി കൊണ്ടേക്കാന്ന് പറഞ്ഞാൽ അമ്മ പറയാ എന്താ പറയും? നല്ല ഒരു ഔലിയപ്പാപ്പയായ തിരുപ്പഞ്ചുസ്ഥാനെ പോലത്തെ ഒരാളാ ദർസ് നടത്തുന്ന, എന്നാലും പറഞ്ഞേക്കൂല. എന്തുകൊണ്ട്? അവിടെ ഇംഗ്ലീഷ് പഠിക്കൂല. ഇംഗ്ലീഷാണ് നല്ല ഭാഷ, അത് ബ്രിട്ടീഷുകാരുടെ ഭാഷയല്ലേ. ഇതാണ് ഇൻക്വിസിഷന്റെ പിന്നിലും ക്രൂസേഡ്സിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ.